ചൗഹാൻ ഫാമിലി. അമർജിത് ചൗഹാൻ, ഭാര്യ നാൻസി ചൗഹാൻ. രണ്ടുപേര് തമ്മിലുള്ള പ്രായവ്യത്യാസം ഏകദേശം 21 വയസ്സായിരുന്നു. ഈ പ്രായവ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഫാമിലി ആൻഡ് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വിവാഹശേഷം അവർ തമ്മിൽ നല്ല ടേംസിൽ പോവില്ല, ഫാമിലി ലൈഫ് സക്സസ് ആവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവർ വിവാഹശേഷവും നല്ല സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ദിവസം പോകുന്തോറും അവരുടെ സ്നേഹം കൂടിക്കൊണ്ട് വന്നതേയുള്ളൂ. വെസ്റ്റ് ലണ്ടനിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവർക്ക് സിപ്പ ഫ്രൂട്ട്സ് എന്ന ഒരു ഫ്രൂട്ട് എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിലെ ബിസിനസ് നന്നായി പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു സിപ്പ ഫ്രൂട്ട്സിലെ നികുതി വെട്ടിച്ചു എന്ന കേസിൽ അമർജിത് ചൗഹാൻ അറസ്റ്റിലാവുന്നത്. അറസ്റ്റ് കഴിഞ്ഞ ശേഷവും അമർജിത്തിന്റെ ഇന്ത്യൻ പാസ്പോർട്ട് UK അതോറിറ്റീസ് പിടിച്ചു വെച്ചിരുന്നു. എന്തായാലും വൈഫ് നാൻസിയെയും രവീന്ദർ എന്ന 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും ദേവേന്ദർ എന്ന 3 വയസ്സുള്ള കുഞ്ഞിനെയും അമർജിത്ത് നന്നായി നോക്കിയിരുന്നു. ആയിടയ്ക്കാണ് സെക്കൻഡ് ചൈൽഡ് ജനിച്ചത്. ആ സമയത്ത് നാൻസി ചൗഹാന്റെ അമ്മ ചാർജിത് കൗർ UK അവരുടെ അടുത്തെത്തിയത്. അങ്ങനെ ആ ഫാമിലിയിലെ കുഞ്ഞുങ്ങളടക്കം 5 പേരായി. ഇടയ്ക്കിടയ്ക്ക് നാൻസിയെ ഓംകാർ വർമ്മ എന്ന നാൻസിയുടെ ബ്രദറും കോൾ ചെയ്യുമായിരുന്നു. അയാൾ ന്യൂസിലാൻഡിലായിരുന്നു താമസിച്ചിരുന്നത്. സിസ്റ്ററിൻ്റെയും കുഞ്ഞിൻ്റെയും സുഖവിവരം അറിയാൻ ഓൾമോസ്റ്റ് ഡെയിലി ഓംകാർ വർമ്മ നാൻസിയെ കോൾ ചെയ്യാറുണ്ടായിരുന്നു. ഒരു ദിവസം നാൻസി ആകെ അപ്സെറ്റായിരുന്നു. അതിന് കാരണം അമർജിത് ചൗഹാനെ കാണാനില്ല. അമർജിത്ത് സാധാരണ എവിടെ പോയാലും വൈഫിനോട് പറയാറുണ്ട്. ബിസിനസ് ടൂറാണെങ്കിലും ഓഫീസിലെ സംഭവങ്ങളാണെങ്കിലും എല്ലാം ഭാര്യയോട് ഓപ്പണായിട്ട് പറയും. ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മെസ്സേജ് ആയിട്ടായിരിക്കും ഭാര്യയെ അറിയിക്കുന്നത്, ചിലപ്പോൾ വോയിസ് മെസ്സേജ് ആയിരിക്കും. ഈ വോയിസ് നോട്ട്സൊക്കെ പഞ്ചാബി ഭാഷയിലായിരുന്നു അയച്ചിരുന്നത്. പക്ഷേ അമർജിത്ത് എവിടെയെന്ന് ഓഫീസിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അമർജിത്ത് ബിസിനസ് ആവശ്യമായിട്ട് ഹോളണ്ടിൽ പോയിരിക്കുകയാണെന്നാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞത്. പക്ഷേ നാൻസിക്ക് ഉറപ്പായിരുന്നു അമർജിത് ചൗഹാന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന്. കാരണം ഹോളണ്ടിലേക്ക് പോകാൻ പാസ്പോർട്ട് ആവശ്യമാണ്. നികുതി വെട്ടിച്ചതിൻ്റെ പേരിൽ അതോറിറ്റീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ കാര്യം വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പാസ്പോർട്ടില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് യാത്രയും പറ്റില്ല. അതായത് അമർജിത്ത് എവിടെയും പോയിട്ടില്ല. ഏതായാലും അമർജിത്തിൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അടുത്ത ദിവസം അമർജിത് ചൗഹാൻ നാൻസിക്ക് ഒരു വോയിസ് മെയിൽ അയച്ചു. അയാൾ ബിസി ആയതുകൊണ്ടാണ് പറയാതെ പോയതെന്നും ഉടനെ തിരിച്ചു വരുമെന്നുമൊക്കെയാണ് കണ്ടന്റ്. ഈ വോയിസ് മെയിൽ ഇംഗ്ലീഷിലായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അമർജിത്ത് നാൻസിക്ക് ഇംഗ്ലീഷിൽ വോയിസ് മെയിൽ അയച്ചിട്ടില്ലായിരുന്നു. അവരുടെ പഞ്ചാബി ഭാഷയിലായിരുന്നു മെസ്സേജസ് എല്ലാം അയച്ചിരുന്നത്. അതുകൊണ്ട് ആ മെസ്സേജ് സ്ട്രേഞ്ച് ആയിട്ട് നാൻസിക്ക് ഫീൽ ചെയ്തു. അന്ന് ഓംകാർ അവളെ സമാധാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്തു. പക്ഷേ അതായിരുന്നു അവളുടെ അവസാനത്തെ കോൾ. അതിനുശേഷം ഈ ഫാമിലിയെ ആരും കണ്ടിട്ടില്ല. അവര് നിന്ന നിൽപ്പിൽ തന്നെ വായുവിൽ അലിഞ്ഞ് അപ്രത്യക്ഷമായതുപോലെ അവരാരെയും കാണാനില്ല. അടുത്ത ദിവസം ഓംകാർ സിസ്റ്ററിനെ വിളിച്ചു. പക്ഷേ കോൾ ആരും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള മിസ്റ്ററി, ഹൊറർ ആൻഡ് സസ്പെൻസ്, ത്രില്ലർ, ഗോസ്റ്റ് കൈൻഡ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. സോ ലെറ്റ്സ് ഡീകോഡ് ദ പസിൽ. പെട്ടെന്നൊരു ഫാമിലി ആരോടും പറയാതെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയി എന്നത് ചിലർ വിശ്വസിച്ചു. പക്ഷെ ചിലർ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതിന് കാരണം നാൻസി എപ്പോഴും ലണ്ടൻ വിട്ട് നാട്ടിൽ സെറ്റിൽ ആവുന്നതിനെ പറ്റി സുഹൃത്തുക്കളോടും റിലേറ്റീവ്സിനോടും ഒക്കെ പറയാറുണ്ടായിരുന്നു. മക്കൾക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടുന്നത് ഇന്ത്യയിൽ വെച്ചായിരിക്കുമെന്നും അതുകൊണ്ട് ഇന്ത്യയിലേക്ക് പോവണമെന്നും അവൾ അതിയായിട്ട് ആഗ്രഹിച്ചു. മാത്രമല്ല അമർജിത്ത് ആ സമയത്ത് തൻ്റെ കമ്പനി സിപ്പ ഫ്രൂട്ട്സ് വിൽക്കാൻ നോക്കിയിരുന്നു. എല്ലാം വിറ്റ് ബാക്കി കാലം നാട്ടിൽ സെറ്റിലാവാൻ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ചിലര് പോലീസിൽ അമർജിത് ചൗഹാൻ ആൻഡ് ഫാമിലിയെ കാണാനില്ലെന്ന് കാട്ടി കംപ്ലൈൻറ്റ് കൊടുത്തു. ഓൾറെഡി അമർജിത്ത് നികുതി വെട്ടിച്ചതിൻ്റെ പേരിൽ പോലീസ് കേസ് ഉള്ളത് കൊണ്ട് അവർ നാട് വിട്ടു പോയി എന്നാണ് ആദ്യം കരുതിയത്. അതിന് കാരണമെന്നത് സെബ ഫ്രൂട്ട്സിൻ്റെ ഉടമസ്ഥാവകാശം മറ്റൊരാൾക്ക് നൽകി എന്ന രേഖ കാണിച്ച് ആ കമ്പനിയിലെ സ്റ്റാഫായിരുന്ന കെന്നത്ത് റീഗൻ മുന്നോട്ട് വന്നു. കെന്നത്ത് റീഗൻ്റെ പേരിലായിരുന്നു കമ്പനിയിലെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നത്. ഇത് ചില ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അതിനുള്ള പ്രധാന കാരണമെന്നത് കെന്നത്ത് റീഗൻ ആദ്യം ജയിലിലായിരുന്നു. അയാളുടെ ആദ്യ പേര് എന്നത് ക്യാപ്റ്റൻ ക്യാഷ് എന്നായിരുന്നു. അയാളുടെ കയ്യിൽ എന്നും ഒരു സൂട്ട് കേസ് നിറയെ ക്യാഷ് കാണും. ഈ ക്യാഷ് അയാൾ ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്ത് ഉണ്ടാക്കിയതായിരുന്നു. ഫേക്ക് പാസ്പോർട്ടുകൾ നൽകി, മയക്കുമരുന്ന് കടത്തി, കള്ളപ്പണം വെളുപ്പിച്ച്
അങ്ങനെ ധാരാളം ക്രിമിനൽ കാര്യങ്ങൾ ഇയാൾ ചെയ്തിരുന്നു. അങ്ങനെയാണ് കെന്നത്ത് റീഗൻ ജയിലിലായത് തന്നെ. ജയിലിൽ നിന്ന് അയാൾ റിലീസായപ്പോൾ ജോലിക്കായിട്ട് ശ്രമിച്ചു. പക്ഷെ ആരും ഇയാളുടെ പാസ്റ്റ് അറിഞ്ഞ ആരും ഒരു ജോലി പോലും ഇയാൾക്ക് കൊടുത്തില്ല. അങ്ങനെ അയാൾ അമർജിത്തിൻ്റെ കമ്പനി, അതായത് സിപ്പ ഫ്രൂട്ട്സിലേക്ക് എത്തി. പക്ഷേ അമർജിത്തിന് റീഗന്റെ കഥ കേട്ടപ്പോൾ മനസ്സലിവ് തോന്നി. കാരണം ഒരു തവണ പോലീസ് കസ്റ്റഡിയിലും ജയിലിലുമായ ആളാണ് അമർജിത്ത്. തിരിച്ചു വരുമ്പോഴുള്ള ആളുകളുടെ കളിയാക്കലും അയാൾക്ക് നന്നായിട്ട് മനസ്സിലാവും. മാത്രമല്ല ഇവിടെ കെന്നത്ത് റീഗന് ആരും ജോലി പോലും കൊടുത്തിരുന്നില്ല. അമർജിത്തിന് റീഗനോട് സഹതാപം തോന്നി. അതുകൊണ്ട് തൻ്റെ കമ്പനിയിൽ അയാൾ റീഗന് ഒരു ജോലി ഓഫർ ചെയ്തു. റീഗൻ ആ കമ്പനിയിൽ നന്നായിട്ട് ജോലി ചെയ്തു. അങ്ങനെ അമർജിത്തിൻ്റെ വിശ്വസ്തനായി. ഒരിക്കൽ അമർജിത്ത് റീഗനോട് നാട്ടിൽ സെറ്റിലാവാൻ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ റീഗൻ സിപ്പ ഫ്രൂട്ട്സ് വാങ്ങാനുള്ള പ്ലാനുമായിട്ട് കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ അമർജിത്തിന് പരിചയപ്പെടുത്തി. അവർ ഏകദേശം ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് 3 ലക്ഷം പൗണ്ട് നൽകാൻ തയ്യാറാണെന്നൊക്കെ അറിയിച്ചിരുന്നു. അത് നല്ലൊരു ഓഫറാണെന്ന് അമർജിത്തിന് തോന്നി. അങ്ങനെ ഈ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് മീറ്റിങ്ങിനായിട്ട് 2003 ഫെബ്രുവരി 13 അമർജിത്ത് റീഗൻ്റെ കൂടെ പോയി. അതിനുശേഷം അയാൾ തിരിച്ചു വന്നില്ല. അതിനടുത്ത ദിവസം തന്നെ നാൻസിയെയും ഫാമിലിയെയും കാണാതെയായി. നാൻസിയുടെ ബ്രദർ, സിസ്റ്ററും അമ്മയും കുഞ്ഞുങ്ങളും മിസ്സിംഗ് ആയതുകൊണ്ട് ലണ്ടനിലെത്തി. അപ്പോൾ മാത്രമാണ് പോലീസ് ഈ കേസ് സീരിയസ് ആയിട്ട് എടുത്തത്. സാധാരണയായിട്ട് ഇതുപോലെ പ്രവാസികൾ ആരോടും പറയാണ്ട് നാട്ടിലേക്ക് സെറ്റിലാവാനായിട്ട് എത്തുമായിരുന്നു. അമർജിത്തും അങ്ങനെ പോയതാണെന്നാണ് പോലീസ് കരുതിയത്. അതുകൊണ്ടാണ് കേസ് സീരിയസ് ആയിട്ട് എടുക്കാത്തതും. പോലീസ് ഏതായാലും ഓങ്കാറിനെയും കൂട്ടി അമർജിത്തിന്റെ വീട്ടിലെത്തി. എല്ലാ സാധനങ്ങളും വീട്ടിൽ അതേപോലെ കിടപ്പുണ്ട്. മേശപ്പുറത്ത് 2-3 ദിവസം മുന്നേ ഇവർ പ്രിപ്പയർ ചെയ്തു വെച്ച ഫുഡ് ഉണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ തുണികളുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ എല്ലാ ഐറ്റംസും റെഡിയായിരുന്നു. കുട്ടികളുടെ ടോയ്സ് ചിതറിക്കിടന്നിരുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ വെച്ച് ഒരാളും ഇങ്ങനെ മറ്റൊരു നാട്ടിലേക്ക് പോവില്ല. പേഴ്സ്, ബാഗ്, വിലപിടിപ്പുള്ള എല്ലാം ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വളരെ വിലപിടിപ്പുള്ളതായി കരുതിയിരുന്ന ഒരു ഗുരുഗ്രന്ഥം പോലും അവരെടുത്തിരുന്നില്ല. എന്താണെങ്കിലും അവരവിടെ നിന്ന് പോകുമ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം ഉറപ്പായിട്ടും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അവർ സേഫ് ആയിരിക്കുമോ? അതോ അവർക്കെന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ? ആ 5 പേരെ കാണാതായി മാസങ്ങൾ കഴിഞ്ഞു. ആരെയും അവർ കോണ്ടാക്ട് ചെയ്തില്ല. ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പോലും പിൻവലിച്ചില്ല. അവർ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായതെങ്ങനെ? അങ്ങനെ 2003 ഫെബ്രുവരി 22 എത്തി. അന്ന് കടലിൽ മീൻ പിടിക്കാൻ ബോട്ടിലെത്തിയ ഒരച്ഛനും മകനും വെള്ളത്തിന് മേലെ എന്തോ ഒഴുകി നടക്കുന്നത് കണ്ടു. അതൊരു മനുഷ്യൻ്റെ മൃതദേഹമായിരുന്നു. പോലീസ് ഈ മൃതദേഹം തിരിച്ചറിഞ്ഞു. അത് അമർജിത്തിൻ്റെതായിരുന്നു. ആ ബോഡിയുടെ വായ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിരുന്നു. കൈയും കാലും കെട്ടിയ നിലയിലായിരുന്നു. തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. അതാണ് മരണകാരണം. അമർജിത്തിനെ ആരോ കൊന്ന് കടലിൽ തള്ളി. അതേ വർഷം ജൂലൈയിൽ നാൻസിയുടെ ബോഡി ഇതേ കടലിൽ നിന്ന് കിട്ടി. നവംബറിൽ ചരൺജിത്ത് കൗറിൻ്റെ ബോഡിയും കിട്ടി. എന്നാൽ കുട്ടികളുടെ മൃതദേഹം ഇതുവരെ കിട്ടിയിരുന്നില്ല. പോലീസിന് റീഗനെ തന്നെയായിരുന്നു സംശയവും. അതിന് കാരണം റീഗന്റെ പഴയകാല ജീവിതമായിരുന്നു. 90കളുടെ അവസാനത്തിൽ അയാളൊരു കൊടും ക്രിമിനലായിരുന്നു. ജയിലിലായിട്ടും അയാളുടെ ക്രിമിനൽ സ്വഭാവം മാറിയിരുന്നില്ല. റീഗന്റെ ഫോൺ ട്രേസ് ചെയ്ത പോലീസിന് മനസ്സിലായത് ഇങ്ങനെയായിരുന്നു. ഫെബ്രുവരി 13 അമർജിത്തിനെ കാണാതായ ദിവസം അവർ റീഗനും അമർജിത്തും ഒരേ ഫോൺ ലൊക്കേഷനിലെ അണ്ടറിലായിരുന്നു. റീഗന്റെ സഹായികളായി വില്യം ഹൗൺസിയും പീറ്റർ റീസും ഉണ്ടായിരുന്നു. അവരും മുന്നേ ജയിലിൽ കിടന്നവരായിരുന്നു. പോലീസ് റീഗന്റെ വീട് അരിച്ചു പെറുക്കി. കാര്യമായിട്ടൊന്നും ലഭിച്ചില്ല. അതിന് കാരണം റീഗന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും വീട് മൊത്തമായിട്ടും റിനോവേറ്റ് ചെയ്തിരുന്നു. കാർപ്പറ്റ്, ബെഡ്ഷീറ്റ്, ഫർണിച്ചർ എല്ലാം തന്നെ പുതിയതായിരുന്നു. ഇതൊക്കെ സ്ട്രേഞ്ച് ആയിട്ട് പോലീസിന് ഫീൽ ചെയ്തു. അമർജിത്തിനെ കാണാതായിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റീഗൻ തൻ്റെ വീട് വൃത്തിയാക്കി. എല്ലാ ഫർണിച്ചേഴ്സും കാർപ്പറ്റ്സും മാറ്റി. എന്തോ എവിഡൻസ് നശിപ്പിക്കാനുള്ളതുപോലെ. ഏതായാലും പോലീസ് റീഗനെയും മറ്റു 2 സഹായികളെയും കസ്റ്റഡിയിലെടുത്തു. പക്ഷെ അവരൊരിക്കലും അമർജിത്തിൻ്റെയും ഫാമിലിയെയും കൊന്നു എന്ന് സമ്മതിച്ചിരുന്നില്ല. അവരെപ്പോഴും പറയുന്നത് അമർജിത്തിൻ്റെ തിരോധാനത്തിൽ തനിക്കൊന്നും അറിയില്ല എന്നതാണ്. അതിനിടയിൽ ബെലിൻഡ ബ്രോവ് എന്നയാളുടെ ഒരു മൊഴി ഈ ഒരു കേസിന് വഴിത്തിരിവായി. അവർ റീഗനും സുഹൃത്തുക്കളും ബെലിൻഡയുടെ പറമ്പിൽ ഡ്രെയിനേജിൽ ഒരു കിടങ്ങ് കുഴിച്ചിരുന്നു. പോലീസ് ബെലിൻഡയുടെ പ്രോപ്പർട്ടി, ഈ കിടങ്ങ് കുഴിച്ച പ്രോപ്പർട്ടി പരതി നോക്കി. അവിടെ മുടിയും ആഭരണങ്ങളും കണ്ടെടുത്തു. ആ മുടി
അമർജിത്തിൻ്റെതായിരുന്നു. ആഭരണങ്ങൾ നാൻസിയുടേതും. അമർജിത്തിൻ്റെ ബോഡിയിലെ പോക്കറ്റിൽ ഒരു കത്ത് പോലീസിന് കിട്ടി. അതിൻ്റെ അഡ്രസ്സ് ചെയ്യുന്നത് റീഗൻ്റേതായിരുന്നു. ഏതായാലും റീഗനും കൂട്ടാളികളും കുറ്റസമ്മതം നടത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പോലീസ് തെളിവുകൾ നിരത്തി ഈ ഒരു കേസ് കൺക്ലൂഡ് ചെയ്തു. അമർജിത്തിന് റീഗനെ വിശ്വാസമായിരുന്നു. സിപ്പ ഫ്രൂട്ട്സ് നല്ലൊരു എമൗണ്ടിന് സെയിലിന് വെച്ചതായി അമർജിത്തിനോട് റീഗൻ പറഞ്ഞിരുന്നു. അങ്ങനെ 2003 ഫെബ്രുവരി 13 ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അമർജിത്തിനെയും കൊണ്ട് റീഗൻ അയാളുടെ കൂട്ടാളികളെയും കൂട്ടി റീഗന്റെ വീട്ടിലെത്തി. അവിടെ വെച്ച് അമർജിത്തിനെ ഭീഷണിപ്പെടുത്തി സൈൻ ചെയ്ത് സിപ്പ ഫ്രൂട്ട്സ് റീഗന്റെ പേരിലാക്കി. അതിനുശേഷം അമർജിത്തിനെ കൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഒരു വോയിസ് മെയിലും അയപ്പിച്ചു. ഫെബ്രുവരി 15 അമർജിത്തിനെ കൊലപ്പെടുത്തി. തുടർന്ന് ഫാമിലിയെയും കൊലപ്പെടുത്തി. റീഗൻ പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയായ ആളാണെന്ന് കോടതിക്ക് മനസ്സിലായി. അങ്ങനെ കെനത്ത് റീഗനും വില്യം ഹൗൺസിക്കും ജീവപര്യന്തവും പീറ്റർ റീസൺ 23 വർഷം തടവുമാണ് കോടതി ശിക്ഷിച്ചത്. ഈ കേസിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.